വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ മനസ്സിൽ വളരെ പ്രഷ്യസ് ആയിട്ട് വളരെ കുറച്ചധികം സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല, കാരണം എനിക്ക് കുറച്ച് അസുഖങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മരുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റമദാൻ മാസം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ റമദാൻ മാസം എല്ലാവർക്കും ഇവിടെ നമ്മൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ താമസിച്ച് വരുന്നത് അറബ് നാട്ടിലാണല്ലോ, ഒമാനിലെ മസ്കറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ റമദാൻ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും തന്നെ അങ്ങനെ ഒരു രീതിയിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. വളരെ വിശ്വാസത്തോടു കൂടി വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ റമദാൻ മാസം നമ്മൾ സാധാരണ ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനത്തെ ആ ലെവലിലൊക്കെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ചെയ്യുമ്പോൾ ഇതെന്തിനാ കാണിക്കുന്നത് എന്നുള്ള തോന്നുമായിരിക്കും. പക്ഷെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ദാനധർമ്മങ്ങൾ നല്ലതാണ്, അത് നമ്മൾ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യാവുന്നൊന്നുമില്ല. പക്ഷെ നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളിലേക്ക് വന്ന് ചേരുന്നതാണോ എന്ന് എനിക്കും കൊടുക്കായിരുന്നു. അപ്പോൾ ഈ ഫുഡ് കൊടുക്കൽ ഞാൻ കണ്ടിട്ടാണ് മറ്റുള്ളവർ കൊടുക്കുന്നതും അപ്പോൾ ആൾക്കാർ ഓടി വന്ന് വാങ്ങുന്നതും അറിയപ്പെടാത്ത ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു ഭയങ്കര സന്തോഷമായി മാറുന്നതും പിന്നെ വീണ്ടും വീണ്ടും ആൾക്കാർ അത് എക്സ്പെക്ട് ചെയ്യുന്നതും കണ്ടപ്പോൾ അത് മുഴുവൻ കുറച്ചൊക്കെ ഡിസേർവ്ഡായ ആൾക്കാർക്ക് തന്നെയാണ് അത് കിട്ടുന്നത്. കുറച്ചെന്നല്ല, അത്രത്തോളം ഡിസേർവ്ഡായ ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ പല സ്ഥലത്തും ഫുഡ് കാണുമ്പോൾ നമ്മളൊന്നും ഓടി പോകുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് ഉള്ളത് കൊണ്ടാണ്. അത് ഓടി വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് വഴിക്ക് കിട്ടണമെന്നുള്ള രീതിയിൽ ഒരാൾ ഓടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ആവശ്യമുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ട് ഇവിടെ അറിയപ്പെടാത്ത ആൾക്കാരൊക്കെ, അതായത് ഇവിടുത്തെ റെസിഡൻസ് ഒമാനീസൊക്കെ തന്നെ അവർ വലിയ വണ്ടിയിലൊക്കെ വന്നിട്ട് തന്നെ ആൾക്കാർക്ക് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ, അറിയാത്ത ആൾക്കാർക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് ടൈം ലേറ്റായി, അതുകൊണ്ട് കുക്കിംഗ് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുള്ളത് അറിയില്ല. ഇന്ന് രാവിലെ പോയിട്ടാണ്, ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നോമ്പ് എടുക്കാറുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം പോയി വാങ്ങി വന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതുകൊണ്ട് കാണിക്കാൻ അറിയില്ല. കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടൊന്നും അടുക്കാനും വറുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണിക്കില്ല. അറിയാത്ത നമ്മൾ ക്രൗഡായ സ്ഥലത്ത് പോയിട്ട് ഒരു 5:30 ആവുന്ന സമയത്ത് 5:30 ആ സമയത്ത് കൊണ്ടുപോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം കേട്ടോ, ഒരു ബോക്സിലാക്കിയിട്ട്. അപ്പോൾ അത് ഞാൻ പാക്കിംഗ് വരെ കാണിക്കുള്ളൂ, ഡിസ്ട്രിബ്യൂഷൻ കാണിക്കില്ല. കാരണം എന്താ, അത് നമുക്ക് അവർക്ക് ഒരു പ്രയാസമാവരുത്. പിന്നെ പെട്ടെന്ന് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങൾ നമുക്ക് എന്തൊക്കെ നോക്കാട്ടെ. ഇത് കുക്കുംബർ കുറച്ച് കൂടുതൽ വാങ്ങിയില്ല. ഇതെന്താ, ആദ്യം ഞാൻ വിചാരിച്ച് സാലഡാക്കി കൊടുക്കാമെന്നാണ്. അപ്പോൾ വേറെ കണ്ടെയ്നറിലൊക്കെ ആക്കി അങ്ങനെ കുറച്ചൊരു പാക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പല ടൈപ്പ് സ്നാക്സുകൾ അങ്ങനെയൊക്കെ റോള് അങ്ങനത്തെ കുറേ വെറൈറ്റി ആയപ്പോൾ പാക്കിങ്ങും ഒക്കെ കൂടിയിട്ട് വലിയ ബുദ്ധിമുട്ടായി. പിന്നെ അത് കുറേ കവറൊക്കെ കാണുമ്പോൾ അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. അതൊന്നും നമുക്കറിയില്ലല്ലോ കുറേ പാക്കിങ് കൂടി കാണുമ്പോൾ. അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കുന്നില്ല വിചാരിച്ചു. പിന്നെ അവർ ഏത് സമയത്താണ് കഴിക്കുക നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഈവനിങ്ങിന് കഴിക്കാൻ ചിലപ്പോൾ വേറെ ആൾക്കാരൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ലേറ്റായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ സാലഡൊക്കെ കൂടി ഒന്നിച്ചിട്ടിട്ട് കേടാക്കണ്ട. അപ്പോൾ ഈ കുക്കുംബർ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് സെപ്പറേറ്റ് ഓരോ കുക്കുംബർ ഓരോ വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഓരോ കവറിന് ഒരു കുക്കുംബർ എന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുക്കുംബർ വാങ്ങിയത്. പിന്നെ അരി വാങ്ങിയത് ഇതാ വാങ്ങിയത് കേട്ടോ, നമ്മുടെ നാട്ടിലെ ജീരശാല ബിരിയാണി അരി ഇതാ വാങ്ങിയത്. എൻ്റെ ആമീസ് എന്നുള്ള ബ്രാൻഡിൻ്റെ അരിയാണ് വാങ്ങിയത്. ഇതിന് മുന്നേ വാങ്ങിയിട്ട് ഒരുപാട് അങ്ങനെ കുഴപ്പമില്ല, ജീരശാല അരിയാണ്. പിന്നെ നെയ്യ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഇപ്പം ഞാൻ ഇത് ഒരെണ്ണം പൊട്ടിച്ചു കേട്ടോ, അത് എനിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും വേണമെന്നുള്ളത് അറിയില്ല, ഇത്രയും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരെണ്ണം എന്തായാലും ഫുൾ തന്നെ വേണ്ടി വരും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഉള്ളി ഇത്രയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ഇത് നമുക്ക് എത്ര കട്ട് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് അറിയുള്ളൂ എത്ര വേണമെന്നുള്ളത്. പിന്നെ ഇത് പൊട്ടേറ്റോ. അപ്പോൾ ഇത് ബിരിയാണി എന്ന് പറയുമ്പോൾ ഇത് വാങ്ങുന്നവരിൽ ഈ പാകിസ്ഥാനി അവർ ഓരോരുത്തരും തരംതിരിക്കുകയല്ല, അവരുണ്ടാവും. അപ്പോൾ അവരുടെ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അവർ പൊട്ടേറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതാവില്ല. ഇപ്പം ബിരിയാണി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, ചിക്കൻ ഡ്രൈ ആക്കും, റൈസ് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കും. അപ്പോൾ ആ ചിക്കൻ ഡ്രൈ ആക്കുന്നതിൽ പൊട്ടേറ്റോ ഇടാമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഉറപ്പില്ല. പിന്നെ ലെമൺ ഇത് വാങ്ങിയതാണ്. പിന്നെ ചിക്കൻ 4 കിലോ ചിക്കനാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് 2 ചിക്കൻ, ഇത് 2 ചിക്കൻ, 1 കിലോ വീതമുള്ളത്. പിന്നെ ഡേറ്റ്സ് വെള്ളമുണ്ട്. പിന്നെ മസാലകൾ നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ട്.
മസാല വേറെ വാങ്ങിയിട്ടുണ്ട്, അല്ല വേറെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മസാല ഉണ്ട്. ഇത് പിന്നെ വാങ്ങിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ, ഡേറ്റ്സ്, വെള്ളം, പിന്നെ ഈ ഫ്രൂട്ട്സ്, ഈ കവറിലിട്ട ഫ്രൂട്ട്സ്. ഇപ്പോൾ ഈ ഫുഡെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ആരെങ്കിലുമൊക്കെ വന്ന് ഫുഡ് ചോദിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിയിട്ടുണ്ട്. അവർക്ക് ഫുഡ് ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ, കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ മെയിൻ ഐറ്റം മറന്നില്ലേ. അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകാം കേട്ടോ. ചിക്കൻ കൊടുത്തിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ഒരുങ്ങിയിട്ട് തുടങ്ങുമ്പോഴേക്കും അതിനാണ് ചിക്കൻ കഴുകാൻ. അത് ഫ്രഷ് ചിക്കൻ വാങ്ങിയതാണ്. ഇന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങി. കാരണം കൂടുതലുണ്ടാകുമ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ, സാധാരണ ഇവിടുന്നാണല്ലോ കട്ട് ചെയ്യാറ്. കൂടുതലുണ്ടാകുമ്പോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങി. ഇത് വാഷ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ എല്ലാവരും തിരക്ക് പിടിച്ച പണിയിൽ തന്നെയാവും അല്ലേ. എല്ലാവരും അല്ല, കുറേ പേര്. കുറച്ചുകൂടി വലിയ പാത്രത്തിൽ കഴുകേണ്ടി വരും, നിറയുണ്ട്. ഇത് ലൈറ്റ് പുറത്തുനിന്ന് അടിക്കുന്നുണ്ട്, വെയിൽ പോകുന്നതിനനുസരിച്ചിട്ട്. അതാണ് പുറത്തുനിന്ന് നന്നായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വെയിൽ ഈ ഭാഗത്തേക്ക് അടിക്കുക. അതുകൊണ്ട് ഉച്ചയ്ക്ക് പറഞ്ഞാൽ കിച്ചണിൽ ചൂടാവും. ഇപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടാ. നല്ല ചൂടാകുമ്പോൾ ഞാൻ ഹോളിൽ AC ഇടും. ചെറുതായിട്ടൊക്കെ കിട്ടും, ഒരുപാടൊന്നും കിട്ടില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകാം. ഉപ്പിടാം. ഉപ്പ് ഞാൻ നേരത്തെ ടിന്നിലാക്കുമ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയതാണ്. നിലത്തല്ല, നല്ല എടുത്ത്. ഇത് ആപ്പിൾ സിഡർ വിനെഗർ ആട്ടാ. കുറച്ച് ഇതും കൂടി ഇട്ടിട്ട് കഴുകാം. അപ്പോൾ വേഗം ലെമണ് പകരം എളുപ്പം നോക്കുക കേട്ടോ എന്നൊക്കെ. പീച്ച കഴിക്കുന്നു. ഇത് വലിയ വലിയ കഷ്ണമായിട്ടാട്ടോ മുറിച്ചിരിക്കുന്നത്. മീഡിയം എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിപ്പുണ്ടാവും എന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവർ വലുതെന്ന് പറഞ്ഞാൽ എത്രയും മുറിക്കുക, ഒരു ചിക്കൻ ഉണ്ടാക്കി തരുമോ? അങ്ങനെ 6 കഷ്ണം. ഇപ്പോൾ ഞാൻ മുറിക്കുന്നതിനെക്കാട്ടിലും വലിപ്പമാണ്. ഇതിപ്പോൾ ഒരു പീസ് ഒരുപാട് ഉണ്ടാവില്ല. ഇനി മുറിക്കാനും പറ്റില്ല, നേരുണ്ടാവില്ല. ചിലത് ചെറുതുമുണ്ട്. കുഞ്ഞീടെ വേണ്ട 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 വേണ്ട. വേണ്ട എന്താ തന്നെ മീഡിയം. പലതും പല സൈസായി. അപ്പോൾ വേഗം ഇതുണ്ട്. ഇങ്ങനത്തെ ഒക്കെ ചെറുത് അയ്യോ മുറിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം മുറിക്കേണ്ടി വരും. അല്ല അത് മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആദ്യം കുക്കറിൽ ഞാൻ ഇതല്ലേ ഇതൊക്കെ ഇങ്ങനത്തെ കുറേ കുഞ്ഞിയ പീസുകളുണ്ട്. മാംസ പീസുകളൊക്കെ ചേർക്കുക, ബാക്കിയുള്ളതൊക്കെ വലുതും. ഇത് വിനെഗർ ഇട്ടിട്ടാണ് കേട്ടോ ഇതിങ്ങനെ.
ഞാൻ ഇത്രയും വലുതാക്കി മുറിച്ചതുകൊണ്ട് ഞാൻ കുക്കറിലുണ്ട് വെറുതെ മഞ്ഞൾ വെച്ച് വേവിച്ചിട്ട് മസാലയിലേക്ക് ഇടുക ചെയ്യുന്നത് കേട്ടോ. കാരണം അത്യാവശ്യം വലിപ്പമുണ്ട് ചിക്കൻ പീസസ്. ഞാനാണ് പറഞ്ഞതിനോ മീഡിയം സൈസ് മതി, നോർമൽ പോരെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറ്റില്ല, മീഡിയം വേണമെന്ന് പറഞ്ഞു. തനി ചിക്കൻ പീസ് ഇങ്ങനെ കുഞ്ഞിതാവണ്ടെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അത്ര ചെറുതല്ല, പല പീസും കണ്ടില്ലേ, വലുതാണ്. അപ്പോൾ വെന്തില്ലെങ്കിൽ നമുക്ക് സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടല്ലേ, നമുക്കിങ്ങനെ വലിയ വലിയ പീസുകളായിട്ടാണ്. പിന്നെ കൊടുക്കുന്നവർക്ക് മര്യാദയ്ക്ക് കൊടുക്കുക. ഫുഡ് ഒട്ടും വേസ്റ്റ് ചെയ്യരുത്, അത്രേ കണ്ടീഷനുള്ളൂ. കുറേ പേര് ഇതുണ്ട്, ഇങ്ങനത്തെ കുറേ ചെറിയ പീസസും ഉണ്ട്. കുറേ പേര് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കൂടിപ്പോയിട്ട് അത് വേസ്റ്റ് ചെയ്യരുത്, അത്ര ചിന്തിക്കുന്നുള്ളൂ. രണ്ട് ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. വെള്ളം ഒന്ന് മഞ്ഞളൊന്ന് ഇളകാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. കാരണം തേക്കാൻ ഇതിൽ വേറെ പാത്രത്തിലിട്ടിട്ട് പരട്ടി വയ്ക്കേണ്ടി വരും. സാരില്ല, മഞ്ഞളല്ലേ, മസാലയിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കാം. പാത്രം മാറ്റാൻ മടിച്ചിട്ട് കേട്ടോ. മഞ്ഞൾ തേച്ച് വെക്കുന്നൊന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇന്നലെ വൈകുന്നേരം വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ മസാല തേച്ച് വെക്കാം, അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഖമില്ല തീരെ, അതുകൊണ്ടാണ് ലേറ്റായതും പോവാനും. നോക്കണ്ടിരുന്നില്ല എന്ന് ആദ്യം വിചാരിച്ചു. ഉള്ളിലേക്ക് കഴുകിയെടുക്കാം. കട്ടിംഗ് പ്ലേറ്റ് എടുക്കണോ? വേണോ? എന്നാൽ മുകളിൽ നിന്ന് എടുത്തോളൂ. ഇത് സോപ്പ് ഇടുകയുള്ളൂ. അല്ല, അത് പാത്രങ്ങളാവും. അത് പുറത്തേക്ക് വെച്ചോളൂ. അപ്പം ഇന്നാളെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചത്. ഒരു മിനിറ്റ് ഇഞ്ചി ചെയ്ത് എന്താണ്
കത്തി മുറിച്ചോട്ടേ മുറിച്ചോട്ടിക്കോളൂ. ഈ പൊട്ടാറ്റോ ഫുള്ളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഒരു 3-4 പീസേ എടുത്തിട്ടുള്ളൂ. വാഷ് ചെയ്യുമ്പോൾ ഇന്ന് വാങ്ങിയതാണ് ഫുള്ള് വാഷ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ ഒരുപാട് കച്ചറയുണ്ടെന്നുകൊണ്ട് ഉറച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഞാൻ തേങ്ങ ഒരു സ്ക്രബ്ബർ ഉണ്ട്, അല്ലെങ്കിൽ തേങ്ങയുടെ ചകിരി എടുത്തിട്ട് ഉരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒന്നിച്ച് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാറിന് ഓരോ പീസ് എടുക്കുമ്പോൾ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഒന്നിച്ചിങ്ങനെ ആക്കി വെക്കുന്നത്. ഇതിന് ഇത്രയും പൊട്ടാറ്റോയുടെ ആവശ്യമില്ല. ഇത് ഇപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടൊമാറ്റോയും നമ്മൾ ഫുള്ളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. കാരണം കറിയിൽ ഒരുപാട് പുളിയാവാൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്രയും എടുത്തില്ല. ഒരു ഗ്ലാസ് കൂടി ഇടുന്നോ? ഇഷ്ടാവില്ലേ? ഇല്ല അല്ലേ, ഇഷ്ടാവില്ല അല്ലേ? കുറച്ചുകൂടി ഇടും. ഇഷ്ടല്ലേ? ആയിരിക്കണം. എനിക്കറിയില്ല, ഇതിപ്പോൾ പകുതിയില്ലേ? ഇല്ല, ഈ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എത്ര ഉണ്ടോ? അതിൻ്റെ ഇതൊന്ന് കഴിക്കാൻ അത്രയൊന്നുമില്ല. അയാൾ അവിടെ കൊണ്ടുവച്ചോട്ടോ, പിന്നീട് എടുത്തേക്കോ. ഈ ഫുഡ് കൊടുക്കുന്ന ഈ വീഡിയോ ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ മൺഡേ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാനന്ന് ഈവനിങ് തന്നെ വ്ളോഗ് ഇടാനും സാറ്റർഡേ തന്നെ ഇടണമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രഷ്യസ് ആയിട്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. പിന്നെ ക്ലീനിങ് പാർട്ട് കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് കാണിച്ചത്
നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ ഫുഡും ഉണ്ടാക്കിയിരിക്കുന്നത്. ടൊമാറ്റോ ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ പാത്രം ഇവിടെ കഴുകിയെങ്കിൽ പോലും ടൊമാറ്റോ ഒക്കെ വീണ്ടും കഴുകുന്നുണ്ട്, നന്നായിട്ട് ഉടച്ചിട്ട് വീണ്ടും കഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കള്ളപ്പണികളൊന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഓൾറെഡി സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങൾ ക്യൂക്കമ്പർ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ അതൊന്നും ഉപയോഗിച്ചില്ല. പുതിയത് വാങ്ങി വന്ന ഏറ്റവും ഫ്രഷായ സാധനങ്ങൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ മുന്നും ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി അത് പറയുകയാണ്. ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ഇതുപോലെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ മറ്റുള്ളൊരാൾ ചെയ്യുന്നത് കാണണോ, നിങ്ങൾക്ക് നന്മ അറിയില്ലേ, മോറൽ അറിയില്ലേ എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ വേറെയും ചെയ്യുന്നതിന്. പക്ഷേ ഇങ്ങനെ അറിയപ്പെടാത്ത ആൾക്കാർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ എത്രത്തോളം വ്യഗ്രതയോട് കൂടിയിട്ടാണ് ആ ഫുഡ്, എത്രത്തോളം താല്പര്യത്തോട് കൂടിയിട്ടാണ് അവർ വന്ന് വാങ്ങിയത് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ തോന്നും. അപ്പോൾ ആ ഒരു മോട്ടിവേഷനിൽ നിന്ന് തന്നെയാണ് ഞാനിത് ഫസ്റ്റ് വീക്ക് എനിക്ക് മിസ്സായി. അത് ഫസ്റ്റ് വീക്കിലും ഫ്രൈഡേ കൊടുക്കേണ്ടതായിരുന്നു. അതെനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അതിലെനിക്കിപ്പോൾ വിഷമമുണ്ട്. ഇനി തുടർന്ന് 2 വെള്ളിയാഴ്ചയും കൂടി ഉണ്ട്, ഞാൻ എന്തായാലും കൊടുക്കും. റൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. ഒന്ന് കുഴച്ച് വേവിക്കാൻ തന്നെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പൊട്ടാറ്റോ കോളിഫ്ലവർ അങ്ങനെയുള്ള സാധനം കൂടിയും റൈസ് കൂടെ കുറച്ച് ചേർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചേർത്തില്ല. കാരണം എൻ്റെ മോളൊക്കെ പാകിസ്ഥാൻ ഡ്രാമയൊക്കെ കാണും. അപ്പോൾ ഒന്നിങ്ങനെ സ്റ്റിക്കി പോലെയൊക്കെയാണ് അവരുടെ റൈസ് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. പക്ഷേ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. നമ്മൾ ഒട്ടല്ലേ അരി കെടുക്കുക. പിന്നെ 8 ഗ്ലാസ് അരി ഒന്നിച്ച് ഇട്ടതും വെടിത്തായി. അത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു 6 ഗ്ലാസ് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുക, 2 ഗ്ലാസ് വേറെ പാത്രത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുക എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഒന്നിച്ചിട്ടു. പക്ഷെ ഒന്നിച്ച് വേവിച്ചില്ല കേട്ടോ. ഇത് അരി തിങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫില്ലിങ് തോന്നാത്തതെന്ന് അറിയാം. പിന്നെ ഏറ്റവും ആദ്യത്തെ പാക്കിങ്ങാണ് ഈ കാണിക്കുന്നത്. പിന്നീട് നമ്മൾ കുറച്ചും കൂടി കറിയൊക്കെ ഇട്ടിട്ട് തന്നെ നല്ല ഫില്ലാക്കിയിട്ട് തന്നെ കൊടുത്തു. ആദ്യം നമുക്ക് എത്രത്തോളം നമ്മളൊരു 25 ബാഗാണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളതിനെ എങ്ങനെയുണ്ട് തികയണമല്ലോ എന്നുള്ള വിചാരത്തിൽ. പിന്നെ സാലഡ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള കണ്ടെയ്നർ വാങ്ങുവാനായിരുന്നു. പക്ഷേ അതുകൊണ്ട് സാലഡ് ക്യൂക്കമ്പറും അങ്ങനെ തന്നെ വെച്ചു. പിന്നെ സാധാരണ ഓറഞ്ച് കൂടി വെക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നില്ല, ലബാൻ ഉണ്ടായിരുന്നു. ലബാനാണ് ഞാൻ നേരത്തെ പ്രധാനപ്പെട്ട, കാരണം ദാഹം ഉണ്ടാവുമല്ലോ, പ്രധാനപ്പെട്ട സാധനം മറന്നു എന്ന് പറഞ്ഞില്ലേ, അത് ലബാൻ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് കിറ്റ്, ചോറ് പിന്നെ ആൾക്കാർ വരും. നമ്മൾ ഇവിടെ വണ്ടി നിർത്തുമ്പോൾ തന്നെ ഇത് ഡിസ്ട്രിബ്യൂഷനെന്ന് കാണുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൾക്കാർ വീണ്ടും റോഡ് ക്രോസ് ചെയ്തിട്ടൊക്കെ വരുന്നത് കാണുമ്പോൾ അത് ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു 3 കവർ ഫ്രൂട്ടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ആർക്കും പ്രയാസം തോന്നരുത്. എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ പറയാത്ത കുറേ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ഈ സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഫുഡൊക്കെ കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ കൂടുതൽ വെച്ചിട്ട് കുറേ ആർഭാടങ്ങൾ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ കൂടുതലാക്കി കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലില്ലെങ്കിലും ഒരു ദിവസത്തെ ചിലവ് കുറച്ചിട്ടാണെങ്കിലും ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എന്താ പറയുക, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ, അത് തന്നെയാണ് വേണ്ടത്. എന്നാൽ പോലും നമുക്ക് ഈ ലോകത്തെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ കുറച്ചെങ്കിലും അങ്ങനെ ഇത് 2ാമത്തെ റൈസാണ് കേട്ടോ. ഇത് ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ച റൈസാണ് കേട്ടോ. ഇത് വേവ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിരുന്നത്, അത്ര തന്നെ വേവിക്കാതെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുക്കറിലാണ് ഇത് വേവിച്ചത്. അപ്പം മറ്റേതിൽ നിന്ന് ഒരു 1/2 ഗ്ലാസും കൂടി കുക്കറിൽ തന്നെ വെക്കായിരുന്നു നമുക്ക്. അതിൽ വെള്ളം കുറച്ചിട്ട് ഇതിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അതങ്ങനെ തന്നെ വേണ്ടതെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ എല്ലാറ്റിലും ഇത് അങ്ങോട്ട് എടുക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നതൊക്കെ എല്ലാറ്റിലും ഇത് കറിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ലീക്ക് ആവാത്ത രീതിയിൽ നന്നായിട്ട് അടയ്ക്കാൻ പറ്റണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടും എടുക്കുന്നതും വീണ്ടും ഇടുന്നതൊക്കെ. മറ്റേ റൈസിൽ നമ്മൾ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നെയ്യിൽ വാട്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനത്തെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ നമുക്ക് സമയമായി. പിന്നെ ചിക്കൻ സ്റ്റോക്കിലാവുകൊണ്ട് കുറച്ച് അതിൻ്റെ ആ നെയ്യും എണ്ണയൊക്കെ കൂടി ഉള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ എടുത്തത് കേട്ടോ. ഇതൊരു ഇറച്ചിച്ചോറിൻ്റെ ഒരു ഫോമുല പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൽ കുറച്ച് ചെറിയ പീസസ് ഇറച്ചിയിലേക്കും കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ മുറിച്ച് ചിലത് വലിയ പീസും ചിലത് ചെറിയ പീസും ആയിരുന്നു എന്ന്. ഈ ഒരളവിലുള്ള പാത്രങ്ങൾ തന്നെയാണ് എല്ലാ മാർക്കറ്റിലും കിട്ടുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കാൻ സാധിക്കില്ല.
ചിക്കൻ എന്തായാലും വേണം എന്നുള്ള ചിക്കനും പൊട്ടാറ്റോ ആണ് അവരുടെ മെയിൻ ഫുഡ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അതന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വീണ്ടും വീണ്ടും ഈ റൈസ് നേരത്തെ ഉള്ള പാക്കിങ്ങിലും റൈസ് അങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കറി വെക്കുമ്പോൾ ഈ ഇതിങ്ങനെ ഇതിൽ അടപ്പ് വയ്ക്കുമ്പോൾ പുറത്തേക്ക് ആവുന്നതുകൊണ്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിന്ന് അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് തന്നെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിറഞ്ഞു, അതുകൊണ്ട് ആക്കുമ്പോൾ ഗ്രേവി പുറത്തേക്ക് വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അല്ലാതെ കൊടുക്കാൻ മടിക്കാരനൊന്നുമല്ല കേട്ടോ. ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ ഫുഡാണ്. എന്നിട്ട് തന്നെ കണ്ടില്ലേ അടപ്പ് ഒട്ടിക്കുന്ന അടപ്പ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് ലീക്ക് ആവുന്നുണ്ട്. പിന്നെ ഒരുപാട് അങ്ങനെ നല്ല ചൂടുള്ള ഫുഡാണ്, ഒരുപാട് അങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് അവരിപ്പോഴല്ല കഴിക്കുന്നുണ്ടെങ്കിൽ 4 മണിക്കൊക്കെ കഴിക്കുന്നുണ്ട് കേടായാലോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഹസ്ബൻഡ് പാക്ക് ചെയ്തിട്ടും എനിക്ക് മുഴുവൻ ചിക്കൻ പീസ് എല്ലാം ഹസ്ബൻഡ് എന്നോട് ചോദിക്കും നീ ചിക്കൻ പീസ് വെച്ചല്ലോ. ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കും, മോളോടും ചോദിക്കും. അതപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പീസൊക്കെ നമ്മൾ ആ വലുത് നോക്കിയിട്ട് തന്നെ തപ്പിയിട്ടൊക്കെ തന്നെ ഇത് എടുത്തിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതി നമുക്ക് തൃപ്തി വരാവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുക്കിങ്ങിൻ്റെ ഇതിൻ്റെ ചിക്കൻ കറിയുടെ കളറിലും ചോറ് വേവ് കൂടിയാലും മാത്രമേ എനിക്ക് ചെറിയ പ്രയാസം. പക്ഷേ ഇവർ പറയണോ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടെന്ന് മോളും ഹസ്ബൻഡൊക്കെ പറയുന്നു. ഈയുടെ തുടക്കഭാഗത്തിൽ വോയിസിൽ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ വോയിസിൽ ഞാൻ പറഞ്ഞോന്ന് അറിയില്ല, കുക്കിംഗ് ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ സമയം ധാരാളമായി ഉണ്ടായിരുന്നു. പിന്നെ കറി മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ പാത്രം മാറ്റി ഈ 2 പാത്രത്തിലല്ലായിരുന്നു വേറൊരു വലിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് എടുത്തതാണ് മസാല ഒരുപോലെ ഇളക്കി അതിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പോഴൊക്കെ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ കൂടാതെ റൈസ് അങ്ങനെ 2 പാത്രത്തിലേക്ക് തന്നെ ആക്കിയപ്പോൾ അളവ് തെറ്റില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് അവിടെ ഇതായി. പിന്നെ വീഡിയോ കുറച്ചൊക്കെ എടുത്തത് എന്തോ റെക്കോർഡാവായ്മ എന്തോ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ചൊരു ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത്, അതിൻ്റെയും ഭാഗമായിട്ടോ എന്തോ അതുകൊണ്ടാണ് കുക്കിംഗ് കാണിക്കാൻ പറ്റാതെ ഇരുന്നത് കേട്ടോ. അടുത്ത ആഴ്ച കുക്കിങ്ങും കൂടി കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ക്ലീനിങ് പാർട്ട് കുറച്ച് കുക്കിംഗ് എന്തായാലും കാണിക്കും. അപ്പോൾ ഇത് നല്ല നീരുള്ള നല്ലൊരു തരം ക്യൂക്കമ്പറാണ് കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല ദാഹം മാറുന്ന രീതിയിലുള്ള ക്യൂക്കമ്പറാണ്. നമുക്ക് ഫുൾ പാക്കിങ്ങും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. നമ്മളത് പിന്നെ മനഃപൂർവ്വം അങ്ങനെയുടെ എല്ലാ പാത്രത്തേക്കും വിളമ്പുന്നത് എടുക്കേണ്ട പിന്നെ സമയമായിട്ടുണ്ടായിരുന്നു. 5:30 കൊടുത്ത് വരണമെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. താങ്ക് യു ഓൾ.